കേരളത്തിന്റെ ഭക്തിസാന്ദ്രമായ മണ്ണിൽ കോടിക്കണക്കിന് ഭക്തരുടെ ആശ്രയകേന്ദ്രമായി വിളങ്ങുന്ന ഒരിടം. ഭൂലോക വൈകുണ്ഠമെന്നറിയപ്പെടുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രം. കണ്ണന്റെ പുഞ്ചിരി തൂകുന്ന വിഗ്രഹം ദർശിക്കാൻ കാത്തുനിൽക്കുന്ന ആയിരങ്ങൾ. ഇവിടുത്തെ ഓരോ കാറ്റിലും കൃഷ്ണനാമം അലിഞ്ഞുചേർന്നിരിക്കുന്നു. ഗുരുവായൂരിലെ പ്രതിഷ്ഠയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് സാക്ഷാൽ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണെന്നാണ് വിശ്വാസം. ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ദ്വാരക കടലെടുത്തപ്പോൾ ആ പവിത്രമായ വിഗ്രഹം പ്രളയത്തിൽ പെട്ടുപോകാതെ കാത്തുസൂക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭക്തനായ ഉദ്ധവരോട് നിർദ്ദേശിച്ചു. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ആ വിഗ്രഹം വീണ്ടെടുത്തു. അവർ പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ സ്ഥലം തേടി കേരളത്തിലെത്തി. അവിടെ ശിവന്റെയും പാർവതിയുടെയും സാന്നിധ്യമുള്ള ഈ പുണ്യഭൂമി കണ്ടെത്തി. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാൽ ഈ പ്രദേശം ഗുരുവായൂർ എന്നറിയപ്പെട്ടു. പുലർച്ചെ 3 മണിക്ക് നട തുറക്കുന്ന നിർമ്മാല്യ ദർശനം മുതൽ രാത്രി അത്താഴപൂജ വരെ നീളുന്ന ചിട്ടയായ ചടങ്ങുകൾ. വാകച്ചാർത്തും ഉച്ചപൂജയും ദീപാരാധനയും ഭക്തമനസ്സുകളിൽ ഭക്തിയുടെ പ്രകാശം നിറയ്ക്കുന്നു. ഗുരുവായൂർ കേശവനെപ്പോലെയുള്ള ഗജവീരന്മാരുടെ കഥകൾ ഇവിടുത്തെ ആനക്കോട്ടയുമായി ബന്ധപ്പെട്ടുകിടക്കുന്നു. രോഗശാന്തിക്കായും മനഃശാന്തിക്കായും ഭക്തർ ഇവിടെ തുലാഭാരം നടത്തുന്നു. കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ചോറൂണ് ഗുരുവായൂരപ്പന്റെ സന്നിധിയേക്കാൾ വലിയൊരു പുണ്യമില്ല. പൂന്താനത്തിന്റെയും മേൽപ്പത്തൂരിന്റെയും ഭക്തിയിലലിഞ്ഞ ആ ശ്രീകോവിൽ ഇന്നും അത്ഭുതങ്ങൾ ബാക്കിവെക്കുന്നു. തിരക്കുകൾക്കിടയിലും മനസ്സൊന്നു ശാന്തമാകാൻ, ആ മുരളീനാദം കേൾക്കാൻ ഒരിക്കലെങ്കിലും ഗുരുവായൂരിലെത്താത്ത മലയാളികളില്ല. ആ പുഞ്ചിരി തൂകുന്ന മുഖം കണ്ടാൽ തീരാത്ത ദുഃഖങ്ങളില്ല എന്നാണ് വിശ്വാസം. ശരണം വിളികളോടെ, ഭക്തിയോടെ നമുക്കും ആ പാദങ്ങളിൽ അഭയം തേടാം. ഗുരുവായൂർ എന്നാൽ വെറുമൊരു ക്ഷേത്രമല്ല, അത് ഭക്തിയുടെ സാഹിത്യം കൂടിയാണ്. പണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ നാരായണീയവും സാധാരണക്കാരനായ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയും പിറന്നത് ഈ സന്നിധിയിലാണ്. വിദ്വാനായ മേൽപ്പത്തൂരിനേക്കാൾ ഭക്തനായ പൂന്താനത്തോടായിരുന്നു ഭഗവാനു പ്രിയമെന്ന് തെളിയിച്ച അനേകം കഥകൾ ഈ മണ്ണിലുണ്ട്. ഭക്തന്റെ വാത്സല്യമാണ് തന്റെ ഏറ്റവും വലിയ നിവേദ്യം എന്ന് ഭഗവാൻ അന്ന് കാണിച്ചുതന്നു. ഗുരുവായൂരപ്പനെക്കുറിച്ച് പറയുമ്പോൾ ഗജരാജൻ ഗുരുവായൂർ കേശവനെ മറക്കാൻ കഴിയില്ല. ഏകാദശി നാളിൽ ഭഗവാനെ അവസാനമായി തൊഴുത് തുമ്പിക്കൈ ഉയർത്തി പ്രണമിച്ച് ദേഹം വെടിഞ്ഞ കേശവൻ ഇന്നും ഭക്തരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. ലോകത്തൊരിടത്തും ഒരാനയ്ക്കുവേണ്ടി ഇത്രയും വലിയ സ്മാരകങ്ങളോ ആദരവോ ഭക്തർ നൽകാറില്ല. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കാത്ത അപേക്ഷകളില്ല. ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയുന്ന ചുറ്റമ്പലവും ഏതു ഭാരവും ഭഗവാന് സമർപ്പിക്കുന്ന തുലാഭാരവും ഗുരുവായൂരിലെ കാഴ്ചകളാണ്. ഓരോ ദിവസവും ഭഗവാന് ചാർത്തുന്ന ആ പീതാംബരവും ചന്ദനവും കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഭക്തർ ഒഴുകിയെത്തുന്നു.